നമസ്കാരം. പിണറായി വിജയന്റെ വസതിയിലെ ഇ.ഡി റെയ്ഡിന് പിന്നാലെ തലസ്ഥാനത്തുണ്ടായ തെരുവ് യുദ്ധത്തിന്റെ ചൂടടങ്ങും മുൻപ് പോലീസിനെതിരെ പരസ്യ ഭീഷണിയുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ ജില്ലാ സെക്രട്ടറി ഭീഷണി മുഴക്കിയത്. ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് സുരേഷ് ബാബുവിന്റെ പരസ്യമായ താക്കീത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷമുള്ള പൊതുയോഗത്തിലായിരുന്നു ഈ വിവാദ പ്രസംഗം. തലസ്ഥാനത്ത് ED സംഘത്തെ തടഞ്ഞ് ആക്രമിച്ച സംഭവം കേവലം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നും യഥാർത്ഥ പൂരം ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് CIയെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം. നോർത്തിൽ ഒരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നാണ് താക്കീതായി പറയാനുള്ളത്. മാന്യതയാണ് എങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാണ് ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നെക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇതായിരുന്നു സുരേഷ് ബാബുവിന്റെ വാക്കുകൾ. സംസ്ഥാനത്ത് ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന ആവേശം കമ്മ്യൂണിസ്റ്റുകാരോട് വേണ്ട എന്ന മുന്നറിയിപ്പാണ് CPM ഇതിലൂടെ നൽകുന്നത്. ഗുണ്ടായിസം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ വഴിയിൽ തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവം നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഈ ന്യായീകരണം. കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും ചെയ്യാമെന്ന് ആരും കരുതണ്ട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ലൊരു പൂരം കാണാനല്ലേ പോകുന്നത്? ഞങ്ങൾക്ക് EDയുമില്ല, ഒരു ചുക്കുമില്ല. കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേഷ് ബാബു ഇങ്ങനെയാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തെ അക്രമ സംഭവത്തിൽ ഇതിനകം തന്നെ പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ കേസ് കോടതിയിൽ ED തങ്ങൾക്ക് അനുകൂലമായ ആയുധമാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പാർട്ടിയുടെ ജില്ലാ തലപ്പത്ത് നിന്ന് തന്നെ ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉയർന്നു വരുന്നത്.